ഹേയ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസിൻ കൊച്ചിൻ്റെ മധുരം വെപ്പാണ് കേട്ടോ. എൻഗേജ്മെൻറ്റും കല്യാണം എല്ലാം അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളാണ്. അപ്പം ഇതേണ്ട മധുരം വെപ്പ് നമ്മൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് മധുരം വെപ്പ് തുടങ്ങിയിരുന്നു. ഓരോ ഫാമിലി മെമ്പേഴ്സായിട്ട് മധുരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു 10-300 പേരെടുത്ത് പിന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മധുരം വെപ്പും പരിപാടിയും അതിൻ്റെ ഇടയിൽ കുറച്ച് പാട്ടുകളും കുറച്ച് ഡാൻസും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാം. എന്തായിരുന്നു ഫുഡെന്നും ബാക്കിയുള്ള പരിപാടികളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ. അവിടുന്ന് കടന്നു നോക്കിയിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് ഓരോ ഫാമിലീസായിട്ട് നമ്മൾ അമ്മൂന് മധുരം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പുറകുവശത്തായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ടൈപ്പിലുള്ള ചായ തന്നെ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ, ലെമണ്, മിൻറ്റ്, അങ്ങനെ നമുക്ക് ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചായയൊക്കെ കുടിക്കാം. അങ്ങനെ ഒരു സംഭവം കാറ്ററിംഗുകാർ ചെയ്തു. പിന്നെ ഇതേണ്ട പിള്ളേരുടെ നല്ല ഡാൻസ് പരിപാടി, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തേടങ്ങളിൽ തുള്ളികളായി കണ്ടനരും കൊണ്ടരും ഈ കണ്ടലിൽ മിന്നലായി മിന്നലാ കയ്യെടുത്ത പെണ്ണഴകി എത്തിത്തോടാ എത്തുമെല്ലാം അതിലാണു നീ മിന്നലാ അങ്ങനെ ഇത് നമ്മുടെ മധുരം വെപ്പും പരിപാടികളെല്ലാം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഫാമിലീസായിട്ട് മധുരം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ചെറുക്കൻ്റെ വരവ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മുവിൻ്റെ ചെറുക്കൻ. അപ്പം പയ്യൻ വന്നു. പയ്യനും ചെറുക്കൻ്റെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ എൻജോയ് ചെയ്തു കേട്ടോ. ഇതാണ് ഫാമിലി. അങ്ങനെ ഇത് ഓരോരുത്തരായിട്ട് ഫാമിലിയായിട്ട് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതാണ് അവരുടെ ഫാമിലി കേട്ടോ. അപ്പം പുറകുവശത്ത് ബാക്ക് സൈഡിലല്ല നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഫുഡും കാര്യങ്ങളെല്ലാം എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ കഴിവുള്ളവരും എല്ലാവരും പാടാൻ അറിയുന്നവരും ഒക്കെ പാട്ടുകളൊക്കെ ആയിട്ട് പാടുന്നു. അങ്ങനെ മധുരം വെപ്പിൻ്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പം ഒരു ചെറിയൊരു എൻഗേജ്മെൻറ്റ്, എന്നാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ മധുരമായി കഴിച്ചത്.
തജും തജും കൊടുക്കുടൻ തജും 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 തപ്പട് ജും തജും 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 ജും തജും 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 നഗരതീരങ്ങളിൽ തുലകരിൽ മുഴുകവേ ശാന്തവീരാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ രാത്രിയിൽ വാദ്യഘോഷാദികൾ അങ്ങനെ നമ്മുടെ കസിൻ പിള്ളേരൊക്കെയാണ് ഈ പാടുന്നത് കേട്ടോ. ഓരോ പരിപാടികളും ഇങ്ങനെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ മധുരം വെപ്പും പരിപാടികളെല്ലാം നല്ല ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഈ ഒരു പാട്ടും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്തിൽ ഒരു വാക്കും നീണ്ടാതെ നീ പോയില്ലേ. കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്തിൽ ഒരു വാക്കും നീണ്ടാതെ നീ പോയില്ലേ. കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്നാവരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്തിൽ ഒരു വാക്കും നീണ്ടാതെ നീ പോയില്ലേ. പരിമാണം കെട്ടിയ നമ്മുടെ കുട്ടിക്കാലമോർത്തുന കൈയോളം കൊട്ടുകുടങ്ങൾ കുട്ടിക്കാലമോർത്തുന കുന്നോളം മാമ്പഴവും അണ്ണാര കണ്ണനുമായി പങ്കുവച്ച് പങ്കുതടുത്തതെല്ലാം നീ മറന്നു.
അങ്ങനെയാണ് എൻഗേജ്മെൻറ്റ് ദിവസം നാളെയാണ്. പിന്നെ മധുരം വെപ്പും പരിപാടികളെല്ലാം ഏകദേശം കഴിയാറായി. എല്ലാവരും വന്നവരെല്ലാവരും തിരിച്ചു പോയി കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചുമ്മാ ഒരു പാട്ടൊക്കെ ഇട്ട് വെറുതെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു മധുരം വെപ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ചെറുക്കാ